Good morning, all. Good morning, Miss. Good morning, Miss. Good morning. അപ്പൊ നമ്മള് പുതിയ എന്തല്ലേ എല്ലാവരും പുതിയ ടോപ്പിക് എടുക്കാം. PDF CS അതായത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നു, നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നു. അതായത് ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് പറഞ്ഞു വെച്ചായിരുന്നു. എന്താണ് CSSB എന്നുള്ളത്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വെച്ചായിരുന്നു. നമുക്കിപ്പോ ക്ലാസ് എടുക്കാൻ പറ്റില്ല, അധികം എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് സ്റ്റെറൈൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് എക്യുപ്മെന്റ്സ്, തിയേറ്ററിലൊക്കെ ആവശ്യമായിട്ടുള്ള ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള സിസേഴ്സും നീഡിൽസും പോലെയുള്ള മറ്റ് വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് അവിടെ ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ള എക്യുപ്മെന്റ്സും എന്തെങ്കിലും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അണുക്കള് സൂക്ഷ്മജീവികളായതുകൊണ്ട് തന്നെ അത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. ഒരു ചെറിയ ഒരു ഇതുകൊണ്ട് ക്ലീനിങ് കൊണ്ടൊന്നും അത്തരം അണുക്കൾ നശിച്ചു പോവുകയില്ല, അല്ലെ? അപ്പൊ അത്തരം അണുക്കളെ പൂർണ്ണമായും നിശേഷം നശിപ്പിച്ചതിന് ശേഷമേ മാത്രമേ അത് വീണ്ടും റീയൂസിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. അതിനു വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ എന്ന ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അണുവിമുക്തമാക്കുക എന്ന ഒരു പ്രവർത്തനം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവര് ഇത്തരത്തിലുള്ള അണുക്കൾ നിറഞ്ഞിരിക്കുന്ന ഈ എക്യുപ്മെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത്, അതായത് അവിടെ കൊണ്ടൊന്നും നമ്മളത് അതിലെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് അവരെ എന്താണ് സ്വീകരിക്കുന്നത്, പിന്നെ എന്താണ് അവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചിട്ട് അത് സപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പം അത് അത്തരത്തിലുള്ള പ്രവർത്തനം, ആ ഒരു സ്റ്റെറിലൈസേഷൻ, ഒരു അണുനശീകരണ പ്രവർത്തനം നടപ്പാക്കുന്ന ഒരു സെന്റർ ആണ് എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇൻട്രൊഡക്ഷനിലും അത് തന്നെയാണ് പറഞ്ഞത്. വീണ്ടും എടുക്കേണ്ടതുണ്ടോ? വീണ്ടും പാരഗ്രാഫ് എടുക്കേണ്ടതുണ്ടോ? വേണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങി നോക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? അതിൽ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. എന്താണ്? ദ CSSB consists of those services within a hospital which accept stores, process, distributes and controls professional supplies and equipment, both the sterile and non-sterile, and from all departments of the hospital for the care and safety of the patients. അതായത് നമുക്കറിയാം ഇതിന്റെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ മനസ്സിലായി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പൊതുവെ പ്രധാനമായിട്ടും എന്താണ് അവിടെയുള്ള കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ജനങ്ങളുടെ സുരക്ഷ, അവരുടെ ആ ഒരു രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അതായത് സ്റ്റെറിലൈസ് ചെയ്യാത്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് അവിടുത്തെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യമാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്.
എന്താണ് പ്രോസസ് ഡിസ്ട്രിബ്യൂട്ട്സ് ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അതായത് അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് എന്താണ് ആക്സെപ്റ്റ് ചെയ്യും. അതായത് ഈ അണുക്കൾ നിറഞ്ഞ ഹോസ്പിറ്റലില് ഉപയോഗിച്ചിരിക്കുന്ന അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റ്സ് എല്ലാം സ്വീകരിച്ച് അതെല്ലാം എന്താണ് അണുവിമുക്തമാക്കിയുള്ള ആ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിന് ശേഷം എന്താണ് ആവശ്യക്കാരായ ഡിപ്പാർട്ട്മെന്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ആവശ്യപ്പെടുന്നത് അവർക്ക് ആ ആവശ്യമനുസരിച്ചിട്ട് സപ്ലൈ ചെയ്ത് പിന്നെ എന്താണ് ബോത്ത് സ്റ്റെറിൽ ആൻഡ് നോൺ സ്റ്റെറൈൽ ആൻഡ് ഫ്രം ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസ്. അവർക്ക് അങ്ങനെ ചെയ്യുന്നത് പ്രധാനമായിട്ടും പേഷ്യൻസിന്റെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദ CSFD കൺസിസ്റ്റ് ഓഫ് ദോസ് സർവീസ് വിതിൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള ഒരു ഇത് തന്നെയാണ്. ആ ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യുന്നത്, ആ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആക്സെപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തതിനു ശേഷം എന്താണ് സ്റ്റെറിലൈസേഷൻ നടത്തി അണുവിമുക്തമാക്കി പിന്നെ എന്താണോ ആവശ്യക്കാർ, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനാണ് ആവശ്യം ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് അവർക്ക് സപ്ലൈ ചെയ്യുന്ന ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ത് CSFD എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? Then objectives and functions. പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞത്. എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇതിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ്. നമുക്കറിയാം അവിടെ ഉള്ള പ്രവർത്തനം എന്താണ്, അണുവിമുക്തമാക്കുക എന്നുള്ള പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എക്യുപ്മെന്റ്സ് എല്ലാം എന്താണ് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് അത് കൊടുക്കുന്നത്, അത് സപ്ലൈ ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത്. ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വരാവുന്ന ആ ഒരു അണുബാധ അതിനെ കുറച്ചുകൊണ്ട് വരാനായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് സാധിക്കും എന്നുള്ളത്. ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്നുള്ള അണുബാധ ആ ഒരു ഇൻസിഡൻസ് കുറച്ചുകൊണ്ട് വരാനായിട്ട് ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. The next point, to avoid duplication of expensive equipment. നമുക്കറിയാം ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് ഒരു ഫംഗ്ഷൻ അല്ലെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഓരോ വ്യക്തിയുടെ പേഷ്യന്റിന്റെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് അതുമെല്ലാം നമുക്കറിയാം അണുക്കളെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ റീയൂസ് അല്ലാതെ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ എന്താണ് വീണ്ടും ആ എക്യുപ്മെന്റ് മേടിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിന് കൂടുതൽ എക്സ്പെൻസീവ് ആണ്, കൂടുതൽ ചെലവേറിയ കാര്യമാണ്. അപ്പൊ റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിൽ എന്താണ് ഈ സ്റ്റെറിലൈസ്, അതായത് CSFD എന്ന ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുപോയി അത് അണുവിമുക്തമാക്കിയിട്ട് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെന്താണ് പറയുന്നത്, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ ആ ഒരു എക്സ്പെൻസീവ്, അത് ചെലവ് കുറച്ചു കൊണ്ടുവരാനായിട്ട്. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും സാധനങ്ങൾ മേടിക്കേണ്ട ഒരവസ്ഥ, അതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. Okay, then next point, to keep records of the efficacy of the cleaning, disinfection and sterilization process. അതിൽ എഫിക്കസി എന്ന് പറയുന്നത് എഫിഷ്യൻസി തന്നെയാണ് മീൻ ചെയ്യുന്നത്, അതായത് കാര്യക്ഷമത. To keep records of the efficiency of cleaning, disinfection and sterilization process. നല്ല കാര്യക്ഷമമായിട്ട് തന്നെ അണുവിമുക്തമാക്കേണ്ട ആ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കാനായിട്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതായത് നല്ല ഫലപ്രദമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഹോസ്പിറ്റലാകുമ്പോൾ ഈ വിങ്ങിന്റെ ഉദ്ദേശം എന്താണ്, നന്നായിട്ട് പ്രവർത്തിക്കുക, ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ് ടു മെയിൻറ്റെയിൻ ആണ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അതായത് നമുക്കറിയാം അവിടെ എപ്പോഴും സ്റ്റോർ ഉണ്ടാവണം അല്ലെ. നമുക്ക് സ്റ്റോക്ക് ഉണ്ടായാൽ മാത്രമേ ഓരോ ഡിപ്പാർട്ട്മെന്റും ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് തന്നെ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ടു മെയിൻറ്റെയിൻ ഇൻവെന്ററി ഓഫ് സപ്ലൈ ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും അത് നിലനിർത്തണം അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റും ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഉള്ള എക്യുപ്മെന്റ്സുകൾക്ക് കുറവുണ്ടോ എന്നുള്ളതനുസരിച്ചിട്ട് തന്നെ, സോറി ഫിഫ്ത് പോയിന്റ് ഉണ്ട് ഞാൻ പറയാം, അനുസരിച്ചിട്ട് അത് കൊടുക്കേണ്ടതുണ്ട്, നിലനിർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയാം എന്താ ഫിഫ്ത് പോയിന്റ്, ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി
ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. അതായത് നമുക്കറിയാം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അല്ലെ, ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രിവെൻഷൻ, ഒരു മുൻകരുതൽ എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ഒരു മുൻനടപടി. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് എന്ന് പറഞ്ഞാൽ പ്രദർശിക്കുക അല്ലെങ്കിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. എന്താണ് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷനെ അടിച്ചമർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റിൽ നൽകി പോകുന്നത്. അതായത് നമുക്കറിയാലോ, ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള അണുനശീകരണ പ്രവർത്തനമാണ് അവിടെ പ്രധാനമായിട്ടും കാഴ്ചവെക്കുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അതായത് അവിടുത്തെ എപ്പോഴും ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് അല്ലെങ്കിൽ എപ്പോഴും എക്യുപ്മെന്റ്സ് അവിടെ അവൈലബിൾ ആവണം. ഏത് ഡിപ്പാർട്ട്മെന്റ് കേസ് ചിലപ്പോൾ കാർഡിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. എവിടെയാണോ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴും ഒരുപാട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആയിട്ടായിരിക്കും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ എല്ലാം എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരും. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റും ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടുള്ള സപ്ലൈ അല്ലെ, എക്യുപ്മെന്റ്സിന്റെ സപ്ലൈ ഉണ്ടാവണമെങ്കിൽ എന്താണ് അവിടെ നല്ല മതിയായ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു പ്രവർത്തനം എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. നെക്സ്റ്റ് ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അതായത് നമുക്ക് നല്ലൊരു പേഷ്യൻസിന് നല്ല സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇത് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എൻവയോൺമെന്റ്, നല്ലൊരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുക. അതിനനുസരിച്ചിട്ട് നമുക്കറിയാം ഇവിടെ അണുക്കളുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ആദ്യം തന്നെ അല്ലെ കൊണ്ടുവരുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുമ്പോഴറിയാം, ജസ്റ്റ് ഒരു അണുമുക്തമാക്കുന്ന ഒരു ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവർ തന്നെ ചെയ്യും. അതിനുശേഷമായിരിക്കും ആ എക്യുപ്മെന്റ്സ് ഇവർ കളക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഇതിൽ അണുക്കൾ ഉണ്ടാകും. അപ്പൊ അവിടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഇത് ഇവര് കളക്ട് ചെയ്യുകയും പിന്നെ വീണ്ടും ഇത് സ്റ്റെറിലൈസേഷൻ വരുന്ന ഫംഗ്ഷൻ നടത്തുകയും വീണ്ടും ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ രീതിയിൽ സപ്ലൈ ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സേഫ് എൻവയോൺമെന്റ്, നല്ല ഒരു അന്തരീക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ആ സ്റ്റാഫുകളുടെ ഇടയിൽ പേഷ്യൻസിന്റെ ഇടയിൽ സുരക്ഷിത ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത്തരം പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും വേർഡുകളുടെ മീനിങ് ആണെങ്കിലും ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ, ഡൗട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഫോർത്ത് പോയിന്റ്, ഓക്കെ, ടു കീപ്പ് റെക്കോർഡ്സ് ഓഫ് ദ എഫിക്കസി. എഫിക്കസി എന്ന് പറയുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി തന്നെ, കാര്യക്ഷമത തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓഫ് പറയാം, ഓഫ് ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. നമ്മൾ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത, റെക്കോർഡുകളും കീപ്പ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ ഈ പോയിന്റ് കഴിയട്ടെ. നമ്മൾ എപ്പോഴും ആ റെക്കോർഡുകളും കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യമായ റെക്കോർഡുകളും ഇതിന് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കേസ് നമുക്കറിയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഓരോ എക്യുപ്മെന്റ്സ് ഈ സെൻട്രലൈസേഷൻ ആയിട്ട് അല്ലെ ആ ഒരു കൃത്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇത്തരം എക്യുപ്മെന്റ്സ് വന്നിരിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ആവശ്യം വന്നിരിക്കുന്നത്, ഇന്നത്തെ ദിവസത്തിൽ ആർക്കാണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അത്തരത്തിൽ നല്ല എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയുന്നത് CSD എന്ന് പറയുന്നത്. ഓക്കെ, ഫിഫ്ത് പോയിന്റിൽ നോക്കാം. തേർഡ് പോയിന്റ് പറയാം. ഫിഫ്ത് പോയിന്റിൽ അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. അവോയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻകരുതൽ, ഒരു പ്രിവെൻഷൻ.
അവിടെ നിന്ന് നമ്മൾ ശരിക്കും അവിടെ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മള് ആ ഒരു ഇൻഫെക്ഷൻ പറയുന്നതിൽ ഒഴിവാക്കപ്പെടുക. അത് ഒഴിവാക്കപ്പെടുക വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതാണ് വിമുക്തമാക്കുക എന്നുള്ളത്. അതായത് എക്യുപ്മെന്റ്സിൽ നിന്ന് അണുക്കളെ നശിപ്പിച്ച് കളയുക എന്ന പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇൻ കേസ് അത് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യേണ്ട പ്രവർത്തനം ഇവിടെയാണ്. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി ടു അവോയ്ഡ് ദ ക്രോസ് ഇൻഫെക്ഷൻസ്. അണുക്കളുടെ ആ ഒരു പ്രസരണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചമർത്തപ്പെടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് അണുക്കൾ നശിപ്പിക്കേണ്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ഇവിടെ ചെയ്തിരിക്കണം എന്നുള്ളത്. Then third point എന്താണ്? ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. ഞാൻ പറഞ്ഞു എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സിന് എന്താണ്, നമുക്കൊരു എക്യുപ്മെന്റ് വേണമെങ്കിൽ എന്താണ് അത് നമുക്ക് പർച്ചേസ് ചെയ്യണം അല്ലെ, ഇത് മേടിക്കേണ്ടതുണ്ട്, അതിന് അതിൻ്റെതായ കോസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അത് അണുക്കൾ പറ്റി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം അതിൽ അണുക്കൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, നശിപ്പിച്ച് കളയുകയാണെങ്കിൽ എന്താണ് വീണ്ടും ഒരു പുതിയ എക്യുപ്മെന്റ് മേടിക്കേണ്ടതായിട്ട് വരും. അതേസമയം അത് റീസൈക്കിൾ ചെയ്തു വീണ്ടും ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ വിധേയമാക്കുകയാണെങ്കിൽ എന്താണ് അവിടെ നമുക്ക് എന്താണ് ഈ ഒരു എക്സ്പെൻസ് അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ വീണ്ടും ഒരു എക്യുപ്മെന്റ് മേടിക്കേണ്ട ആ ഒരു ഡ്യൂപ്ലിക്കേഷന്റെ അവസ്ഥ വരികയില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. Then sixth point ചോദിച്ചിരുന്നു ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അതായത് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക്, അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ് സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അവിടെ കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കേണ്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം അത് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ ഒക്കെ നടത്തിയിട്ട് അത് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഒരവസ്ഥയും കൂടി ഉണ്ട്. അപ്പൊ നമുക്കറിയാം റെക്കോർഡിംഗ് നോക്കുമ്പോൾ അറിയാം ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് അല്ലെ. അവിടെ സ്റ്റെറിലൈസേഷന് വിധേയമാക്കേണ്ട എക്യുപ്മെന്റ്സ് എന്നുള്ളത് ഏത് എക്യുപ്മെന്റ്സ് ആണ് ഇന്നത്തെ ദിവസം ആവശ്യമായിട്ടുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ആ സ്റ്റോക്ക് അത് കൺട്രോൾ ചെയ്ത് നിർത്താനാണ് ആവശ്യപ്പെടുന്നതനുസരിച്ച് സപ്ലൈ ചെയ്യേണ്ട ഒരു റോൾ ആർക്കുണ്ട്, CSSD ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അപ്പൊ അത് മതിയായ രീതിയിൽ ആ ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാലോ. അപ്പൊ നെക്സ്റ്റ് എന്താണ്, ഡിസൈനിങ് ഓഫ് CSD. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു രൂപകൽപ്പന എങ്ങനെയാന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു, എന്താ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു മെയിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ രൂപകൽപ്പന എങ്ങനെയുള്ളതാണെന്നുള്ളതാണ് പറയുന്നത്. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD ഡിഫർ അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അതായത് ഓരോ ഹോസ്പിറ്റലിനും അതിന്റെ വ്യത്യസ്തമായിരിക്കും അല്ലെ. വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതൊരു വലിയ ഒരു ഇത് തന്നെയായിരിക്കും അല്ലെ. അതേസമയം നമുക്കറിയാം ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിനൊരു ചിലപ്പോൾ ചെറിയൊരു റൂമിന്റെ ആവശ്യകത അല്ലെങ്കിൽ അത് ഉണ്ടാവുള്ളായിരിക്കും. കാരണം അത്രയും സ്റ്റോക്ക് അവിടെ ഉണ്ടാവുള്ളൂ, അത്രയും ഫങ്ഷൻസ് ആണ് അവിടെ ഉള്ളൂ. അപ്പോൾ വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSSD ഡിഫർ അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അനുസരിച്ചിട്ട് അത് വ്യത്യസ്തമായിരിക്കും. It should be located as near as possible to the operation theatre. Then A and E അത് നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്താണ് A and ആക്സിഡന്റ് ആൻഡ് എമർജൻസി അറിയാവുന്നതായിരിക്കും. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നായിരിക്കണം ഇത്തരത്തിലുള്ള CSSD സ്ഥാപിക്കേണ്ടത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കേണ്ടത്. അതിന്റെ വാർഡ്സ് അതോടൊപ്പം തന്നെ വാർഡിനോട് ചേർന്ന്, അതായത് അത് അത്രയും വിദൂരത്തായിരിക്കരുത്. നമുക്കറിയാം ഇത് സപ്ലൈ ചെയ്യേണ്ടതുണ്ടല്ലേ, പ്രധാനമായിട്ടും വാർഡ്സുകളിലേക്കും അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിലേക്കും അല്ലെങ്കിൽ അർജൻസി കേസായിട്ടുള്ള എമർജൻസി കേസുകളൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും ഇത്തരം എക്യുപ്മെന്റ്സ് എത്രയും പെട്ടെന്ന് സപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അത് അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനോട് ചേർന്നുള്ള പ്ലേസിലായിരിക്കണം
എന്ത് CSSD എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കേണ്ടത്. ഓക്കെ, then the CSD layout should be designed in a directional flow, അതായത് യൂണിഡയറക്ഷൻ ഫ്ലോ, അതായത് ഒരുപോലെ തന്നെയായിരിക്കും. നമ്മളിപ്പോ ഇതിന്റെ ഞാൻ താഴേക്ക് ഒന്ന് നോക്കിപ്പോയി, അതായത് ഈ ഒരു രീതിയിലേക്ക് ആയിരിക്കണം ഇത് നമ്മൾ ഫോം ചെയ്യാനായിട്ട്, രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അതായത് സോളിഡ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ സോണ്, അത് ആ ഒരു രീതിയിലായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപകൽപ്പന ചെയ്യാനായിട്ട്. അതാണ് യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഒരുപോലെ തന്നെ ഉള്ള ഒരു വിങ്ങിലായിരിക്കണം അത് രൂപകൽപ്പന ചെയ്യാനായിട്ട്. Then in multi-stored buildings, CSD may be formed in the lower floor right under the operation theatre, where perpendicular movement will be the swift possible movement of materials. അതായത് ഇതിൽ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ എമർജൻസി കേസുകൾക്ക് അല്ലെങ്കിൽ വാർഡിനോടൊക്കെ ചേർന്നായിരിക്കും ഇത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. കാരണം പെട്ടെന്ന് തന്നെ അവർക്ക് സപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ എളുപ്പം അത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് ചെയ്യുമ്പോൾ നേരെ ഓപ്പറേഷൻ ആ തിയേറ്ററൊക്കെ തൊട്ട് മുകളിലാണ്, അല്ലെ ഫസ്റ്റ് ഫ്ലോറിലാണ് തിയേറ്ററൊക്കെ സ്ഥാപിക്കുന്നതെങ്കിൽ എളുപ്പം ആ ഒരു പെട്ടെന്ന് തന്നെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ലിഫ്റ്റിലൂടെയൊക്കെ പെട്ടെന്ന് ലിഫ്റ്റിനെ ചേർന്ന് തന്നെ ആയിരിക്കാം. ലിഫ്റ്റ് തൊട്ട് മുകളിലേക്ക് ഓപ്പറേഷൻ തിയേറ്റർ വരികയാണെങ്കിൽ എന്താണ്, ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരെ അതിലേക്ക് കൊടുത്ത് അങ്ങനെ നേരെ തന്നെ ആ ഒരു എക്യുപ്മെന്റ്സ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് എന്താണ് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ ലംബ ദിശയിലുള്ള ഒരു രീതിയിലായിരിക്കണം ഇത് സ്ഥാപിക്കേണ്ടത്. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല. അതായത് ഈ തിയേറ്ററിലേക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഇത് എക്യുപ്മെന്റ്സ് എത്തിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനോട് നിയറസ്റ്റ് ആയിട്ടായിരിക്കണം ഇത് സ്ഥാപിക്കേണ്ടത്. ഇൻ കേസ് മോളിലാണ് നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ തൊട്ട് താഴെയായിരിക്കണം നമ്മുടെ CSD എന്ന ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കേണ്ടത്. ലിഫ്റ്റും സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എക്യുപ്മെന്റ്സ് ഇതിലേക്ക് ലിഫ്റ്റിലൂടെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിൽ ലംബ ദിശയിലായിരിക്കണം ഈ CSD എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കേണ്ടത്. ക്ലിയർ ആയോ? ഞാൻ എന്റെ ഒരു CSD ഡിസൈൻ കൺസെപ്റ്റും കൂടി കാണിച്ചിട്ടുണ്ട്. ആശയം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നോക്കാം. അതാണ് അതിന്റെ ഡിസൈനിങ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മനസ്സിലായി കാണും അല്ലെ? നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ് ഓഫ് CSD. ഇതിന്റെ ഒരു പ്ലാൻ വീണ്ടും പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ രൂപം നമ്മുടെ മൈൻഡിൽ ഇപ്പൊ വന്നു, അല്ലെ? തിയേറ്ററിനോട് ചേർന്ന് അല്ലെങ്കിൽ എമർജൻസി കാര്യങ്ങളോട് ചേർന്ന് പെട്ടെന്ന് തന്നെ എക്യുപ്മെന്റ്സ് കൊടുക്കത്തക്ക വിധത്തിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി അത് വീണ്ടും എങ്ങനെയാണ് അതിന്റെ ലേഔട്ട് വീണ്ടും പറയുന്നുണ്ട്. ദ മെറ്റീരിയൽസ് ഓർ ഐറ്റംസ് ഫ്രം ടെയിൻഡ് ആൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടാമിനേറ്റഡ്, അല്ലെ? ആൻഡ് ജേം ഫ്രീ ഏരിയാസ് ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്. അതായത് നമ്മൾ മലിനീകൃതമായിട്ടുള്ള എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം എല്ലാം അണുക്കളൊക്കെ നിറഞ്ഞ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കും അവിടേക്ക് എത്തിപ്പെടുക. അപ്പൊ അതെല്ലാം കൂടി എന്താണ് മിക്സ് ചെയ്ത് ആകെ ഒരു ഡിസോർഡർ ആവാൻ പാടില്ല. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ബേസ് ആയിട്ടായിരിക്കണം അതിന്റെ സ്റ്റെറിലൈസേഷനും സപ്ലൈയും കാര്യങ്ങളെല്ലാം സ്വീകരിക്കേണ്ടതും സ്റ്റെറിലൈസേഷൻ നടത്തേണ്ടതും മറ്റു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ രീതിയിൽ സപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കേണ്ടത്. അതല്ലാതെ എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യുന്ന രീതിയിലാവരുത്. There should be physical fencing between solid, clean and sterile zone so that the risk of cross infection spread is reduced. കാരണം ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത്, അതായത് മിക്സ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് അണുക്കള് പെട്ടെന്ന് തന്നെ എല്ലാത്തിലേക്കും പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഫിസിക്കലി ഒരു ഫെൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇടവ്, അല്ലെ? ഓരോന്നിനും വേർതിരിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു രീതി, ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത്. Then the floor should be smooth, non-skid and powerful. ഫ്ലോറൊക്കെ എന്താണ് അവിടെ ഉപയോഗിക്കേണ്ട ഫ്ലോറിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തെന്നി പോകുന്ന തരത്തിലൊന്നും ആയിരിക്കരുത്. എന്നാൽ സ്മൂത്ത് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഫ്ലോറിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. The clean area should be sustained at positive pressures. അതായത് അവിടെയെല്ലാം
നല്ല രീതിയിൽ അല്ലെ, നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കണം ആ ഭാഗത്തെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് അണുക്കളൊന്നും ഓരോരുത്തരും പറ്റിപ്പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടുള്ള രീതിയിലായിരിക്കണം അവിടുത്തെ ആ ഡിസൈനിങ്, അവിടുത്തെ ഫ്ലോറും എല്ലാ കാര്യങ്ങളും ചെയ്തു പോകേണ്ടത്. Their area of the work should be made of marble, granite, stainless steel. അതായത് അവിടെ ഉപയോഗിക്കേണ്ടത് മാർബിളോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ സ്റ്റീലൊക്കെ ഉപയോഗമുള്ള കലർന്ന സാധനങ്ങൾ, വസ്തുക്കളൊക്കെ എന്താ പറയുക സാമഗ്രികളൊക്കെയാണ്. നമുക്കറിയാം എന്താണ്, നമ്മൾ നല്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു നല്ല ഫീല് അനുഭവപ്പെടും അല്ലെ. അവിടെ അതേമാതിരി തന്നെയായിരിക്കണം മീൻസ് എന്താണ് CSD ഡിപ്പാർട്ട്മെന്റും നല്ലൊരു ഫീൽ അനുഭവപ്പെടുന്ന രീതിയിൽ മാർബിളോ ഗ്രാനൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീലുകളൊക്കെ ആയിരിക്കണം അതിന്റെ ഇതുകളിലെല്ലാം പിടിപ്പിച്ചിരിക്കേണ്ടത്. ആ ഒരു രീതിയാണ് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളത്. Then sterilization must be arranged for autoclaving by steaming as well as by gas. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റെറിലൈസേഷൻ എന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് അല്ലെ, നമ്മുടെ അണുക്കളെ നശിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അവിടെ മാർബിൾ ആയിരിക്കുന്ന സ്റ്റീലിന്റെ കാര്യങ്ങളൊക്കെ പിടിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അവിടെ പ്രധാനമായിട്ടും അണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഓർക്കുക. അത് രണ്ട് രീതിയിലും നടത്താം. ഒന്ന് ഓട്ടോക്ലേവിംഗ് അല്ലെങ്കിൽ എന്താണ് ഗ്യാസ് വഴി. അതായത് ഓട്ടോക്ലേവിംഗിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, താഴേക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് എന്തൊക്കെ രീതിയിലാണ് കേട്ടോ ഓട്ടോക്ലേവും. then എന്താണ് ഗ്യാസ് രീതിയിലുള്ളതാണെങ്കിലാണ് എത്തിലൈൻ ഓക്സൈഡ് മെഷീൻ അത് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഗ്യാസ് രീതി ഓട്ടോക്ലേവ് രീതിയിൽ എന്താണ് സ്റ്റീം, അതായത് ആവി ഉപയോഗിച്ചിട്ട് ഇത്രയും ഡിഗ്രിയിൽ ചൂടും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ട് അണുക്കളെ നശിപ്പിക്കുന്ന രീതിയാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നതാണ് ഗ്യാസ് ഉപയോഗിച്ചിട്ട്. കൂടുതലായിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ഈ സ്റ്റെറിലൈസേഷൻ എന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നത്, നടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് അണുക്കളെ നശിപ്പിച്ചു കൊണ്ടുപോകുന്നത് രണ്ട് രീതിയിലും. ഒന്നാമത് ഓട്ടോക്ലേവിംഗ് രീതി, മറ്റൊന്ന് ഗ്യാസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതിന്റെ വർക്കിംഗ് ഫ്ലോ ഓഫ് CSD പറയുന്നുണ്ട്. എന്താണ് റെസിപ്റ്റ്, then റിൻസിങ്ങും then ക്ലീനിങ്, അത് കഴിഞ്ഞാൽ പിന്നെന്താണ് ഡ്രൈയിങ്, ചെക്കിങ് ആൻഡ് ഡ്രൈ, അസംബ്ലിങ്, സ്റ്റെറിലൈസേഷൻ, ലേബലിങ്, സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം തന്നെ ശ്രദ്ധിക്കുക, നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം CSD എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക്. ആദ്യം തന്നെ ഈ എക്യുപ്മെന്റ്സ് സ്വീകരിക്കും. അതിനുശേഷം അത് എന്താണ് കഴുകും അല്ലെ. അത് കഴുകുന്ന ആ ഒരു ഇതിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് വിടുകയാണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിന്. അതിനുശേഷം എന്താണ് വെറുതെ കഴുകിയാൽ മാത്രം പോലെ വീണ്ടും ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിക്കണം. വീണ്ടും ഒന്നുകൂടി വൃത്തിയാക്കേണ്ടതുണ്ട്. ആ ഒരു പ്രവർത്തന മേഖലയിലേക്ക് എത്തിക്കുന്നു. തന്നെ എന്താണ് അത് ഉണക്കുന്നു അല്ലെ, ആ ഒരു എക്യുപ്മെന്റ്സുകളെ ഉണക്കുന്നു. then ചെക്കിങ് ആൻഡ് ട്രൈ അസംബ്ലിങ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളെല്ലാം നമുക്കറിയാം ആ ഒരു ചെറിയ എക്യുപ്മെന്റ്സ് തന്നെ പല വിഭാഗങ്ങളാക്കിയിട്ടൊക്കെ ആയിരിക്കും ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തുന്നത്. അതെല്ലാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. then സ്റ്റെറിലൈസേഷൻ, വീണ്ടും ഇതിനെ ഓട്ടോക്ലേവ് എന്ന മെഷീനിൽ അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് അതിനെ മൊത്തം എന്താണ് അണുമുക്തമാക്കുക എന്നുള്ള പ്രോസസ്സിംഗ് ഫംഗ്ഷനിലേക്ക് വിടുന്നു. then ലേബലിങ്, അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം എന്താണ് ലേബൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഓരോ ഇതിന് വേണ്ടിയിട്ട് ഓരോ ഇന്ന ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ ഇത് ഇന്ന എക്യുപ്മെന്റ്സ് ആണ്, ഇത് ഇന്ന എക്യുപ്മെന്റ്സ് ആണ് ലേബൽ ചെയ്ത് വെക്കുന്നു. then സ്റ്റോറേജ്, ഏത് ഭാഗത്തേക്കാണ് സ്റ്റോറേജ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് സ്റ്റോറേജ് വെക്കുന്നു. then ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് വിതരണത്തിന് ആവശ്യപ്പെടുന്നുവോ ആ ഒരു ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് വിതരണം ചെയ്യുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ എക്യുപ്മെന്റ്സിനെ സ്റ്റെറിലൈസേഷൻ എന്ന പ്രവർത്തനത്തിന് വിധേയമാക്കുന്നത്. ആദ്യം ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം, കാരണം ഈ ഒരു മോഡല് അതിന് എന്തെങ്കിലും ഒരു ഗ്യാപ്പും മാർക്കൊക്കെ ചിലപ്പോഴൊക്കെ തരാറുണ്ട്. അത് നിങ്ങൾ അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. എന്താണ് റെസീപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്യുപ്മെന്റ്സ് സ്വീകരിക്കുന്ന ഒരിടം. then റിൻസിങ്, അതായത് അത് കഴുകുന്നു. then ക്ലീനിങ്, വീണ്ടും അത് ക്ലീൻ ചെയ്ത് എടുക്കുന്നു. അത് പിന്നെ വീണ്ടും ഡ്രൈയിങ് ചെയ്യുമ്പോൾ ഉണക്കേണ്ടതുണ്ട്. അത് വീണ്ടും എന്താണ് ചെക്കിങ് ആൻഡ് ഡ്രൈ അസംബ്ലിങ്, ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യുകയും അസംബിൾ ചെയ്യും, കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു.
പിന്നെ സ്റ്റെറിലൈസേഷൻ, ഇത് കൃത്യമായിട്ട് ആ ഒരു ഓട്ടോക്ലേവ് മെഷീനോ മറ്റേതെങ്കിലും ഗ്യാസ് ഉപയോഗിക്കേണ്ട കാര്യമാണെങ്കിൽ ആ രീതിയിലുള്ള മെഷീനിലോ സ്റ്റെറിലൈസേഷൻ ആണ്. വിമുക്തമാക്കാൻ എല്ലാ സൂക്ഷ്മജീവികളെയും നശിപ്പിക്കത്തക്ക വിധത്തിൽ ആക്കാനുള്ള സ്റ്റെറിലൈസേഷൻ പ്രവർത്തനം നടത്തുന്നു. ദെൻ ലേബലിംഗ്, അതിനുശേഷം അത് എന്താണ് ഓരോന്നും എന്താണെന്നുള്ളത് ലേബൽ ചെയ്യുന്നു, സ്റ്റോറേജ് ചെയ്യുന്നു. ദെൻ ഇഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ, ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇത് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ആ ഒരു രീതിയാണ് എന്താ ഇതിന്റെ വർക്ക് ഫ്ലോ വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യൂട്ടോ. കാരണം ഞങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്, ഇതിലും ഇത് തന്നെയല്ലേ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ചാപ്റ്റർ പറയുന്നുണ്ട്. എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്തോട്ടെ? ഇതും എന്താണ് ഇനി വീണ്ടും ഇതിന്റെ തന്നെ ഓർഗനോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, അത് അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള വർക്കേഴ്സിന്റെ ഒരു ശ്രേണി അല്ലെ. നമ്മള് ഇതുണ്ട് ഹൈറാർക്കി നമ്മൾ പഠിക്കാറുണ്ട്. ഓരോ വർക്കേഴ്സിനും ഓരോ പൊസിഷൻ ഉണ്ടാവും അല്ലെ. ഏറ്റവും ടോപ്പിൽ ആരാണോ അതിനുശേഷം ആരാണെന്നുള്ള ഒരു രീതി ഉണ്ടാവും. അത് ഏത് ഡിപ്പാർട്ട്മെന്റിനും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മൾ നഴ്സിംഗ് കണ്ടപ്പോ കണ്ടായിരുന്നു, ഏറ്റവും ടോപ്പില് ഡയറക്ടർ ഉണ്ടായിരുന്നു, അതിനുശേഷം അങ്ങനെ താഴെ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വിങ്ങിനും ഏറ്റവും ടോപ്പില് ഉള്ള വ്യക്തിത്വമാണ് CST ഇൻചാർജ് മാനേജർ. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം കാണിച്ചു തരുന്നത് എന്താണ്? ഷോസ് സ്ട്രക്ചർ ഓഫ് relationship between the different people, department and jobs at different level with the organization. ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ ഓരോ പൊസിഷൻ, അവരുടെ ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിത്വമാണ് എന്താണ് CST ഇൻചാർജ് മാനേജർ. അതിനുശേഷമാണ് CST ടെക്നീഷ്യൻസ്, അതിനുശേഷമാണ് എന്താ CST അസിസ്റ്റൻസ്, ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. അപ്പൊ ഇത്തരം വ്യക്തികൾ ഇത്തരം പൊസിഷനിലുള്ള ഈ ലെവലിലായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഐഡന്റിറ്റി അല്ലെ, ഓരോ വർക്കേഴ്സിന്റെ ഓരോ ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പം അവരുടെ ഐഡന്റിറ്റി ആണ് പറയുന്നത്. ഏറ്റവും ടോപ്പിലുള്ളതാണ് CST ഇൻചാർജ് മാനേജർ. ഇൻചാർജ്, അതായത് അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇൻചാർജ് ഉള്ള വ്യക്തിത്വമാണ് എന്താണ് ഇൻചാർജ് മാനേജർ. ടെക്നീഷ്യൻസ്, നമുക്കറിയാം ഇവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ കുറെ ടെക്നീഷ്യൻസിന്റെ ആവശ്യമാണ് അല്ലെ. കുറെ വ്യത്യസ്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്, അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള കഴിവുള്ളവരാണ്. അത് ക്ലീൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് വീണ്ടും അസംബ്ലി ചെയ്യണമെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയുന്നവരായിരിക്കാം അസംബ്ലി ചെയ്യുന്നത് അല്ലെ. അല്ലാതെ അവർക്ക് അത് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള ടെക്നീഷ്യൻസ്മാരുണ്ടാവും. പിന്നെ CST അസിസ്റ്റൻസ്, ഇവന്മാരൊക്കെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടാവും. തന്നെ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് കീപ്പേഴ്സ്, നമുക്കറിയാം എക്യുപ്മെന്റ്സ് റെക്കോർഡ് ചെയ്യുകയും അത് വിതരണക്കാർക്ക് ആവശ്യമനുസരിച്ചുള്ള ഇൻവെന്ററി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും അത് ഇഷ്യൂ ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലർക്ക്, സ്റ്റോക്ക് കീപ്പർമാരുണ്ടാവും. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, എല്ലാം എടുത്തു കൊടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുമാരും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് അവരുടെ ആ ഒരു ഡയഗ്രാം എന്നുള്ളത്. അവരുടെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഡയഗ്രാം ആണിത്. CST ഇൻചാർജ് മാനേജർ, CST ടെക്നീഷ്യൻസ്, CST അസിസ്റ്റൻസ്, ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. ഇതും നിങ്ങൾ ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് വെച്ചേക്കാം. ഇതിന് മേലെയുള്ള ഈ ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഈ ഒരു ഓർഡറും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം.
പിന്നെ പഠിച്ചതില് എന്താണ് അധികപ്പെടുത്ത അല്ലെ, നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ അറിയാം അതിലേക്കുള്ള കാര്യങ്ങൾ, അതെന്താണ് ഏത് പ്രാധാന്യമാണ് അതിലുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിൽ കാണിച്ചു തരുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇമ്പോസ് ചെയ്യുന്നത് ഇമ്പോസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആ ഇൻഫെക്ഷനെ അടിച്ചമർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചുമത്തുക എന്നുള്ളതാണ്. ഇമ്പോസ് ചെയ്യുക, ചുമത്തുക എന്നുള്ളത് ആ ഒരു ഇതല്ലേ നമ്മുടെ ഇൻഫെക്ഷൻ, അതിനെ നമ്മൾ മാറ്റി നിർത്താനായിട്ട്. എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾ നെസസറി, അതായത് നമ്മളിപ്പോ അതിൽ ഉണ്ടായെങ്കിൽ അല്ലെ നമ്മളത് നിർവീര്യമാക്കേണ്ടതുണ്ട്. അപ്പൊ അണുക്കൾ നടന്നതാണെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മുൻകരുതലായിട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ള പ്രവർത്തനം എവിടെയാണ് ഈ ഒരു CST ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷനാണ്. ഈ ഒരു ഡയഗ്രാം കൂടി നമുക്ക് എടുക്കാലോ. ഇത് എന്താ പറയുക, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ വലിയ കുഴപ്പമില്ലാത്ത മൊഡ്യൂളാണ്. ഇത് മാത്രം ഞങ്ങൾക്ക് തേർഡും ഫോർത്തും മൊഡ്യൂൾ എടുക്കാനായിട്ട് സാധിക്കില്ല, ഒത്തിരി സ്പീഡിൽ പോകേണ്ടി വരും. അതേസമയം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസിൽ അധികം ഇതില്ല, നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റുന്ന ഓരോ ഇതുകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടെ റിലാക്സ് ചെയ്ത് തന്നെ ക്ലാസ് എടുക്കുന്നത്. അപ്പോ ഇതില് ഫങ്ഷണൽ ഏരിയ അറ്റ് CSD എന്നുള്ളത് എന്താണ്? റിസീവിംഗ് ഏരിയ, നമ്മൾ നേരത്തെ കണ്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇതിലിപ്പോ നമ്മൾ കണ്ട ആ ഒരു രീതി തന്നെയാണ് ഇതിൽ റിസീവിംഗ് ഏരിയ. തന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? എന്താണ് ക്ലീനിങ് ഏരിയ അല്ലെ, ക്ലീനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്താണ് പാക്കിംഗ് ഏരിയ അല്ലെ, ലേബലിംഗ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എന്താണ് വീണ്ടും അവിടെ എന്താണ് സ്റ്റെറിലൈസേഷൻ. ഇതിപ്പോ വീണ്ടും സ്റ്റെറിലൈസേഷന്റെ കാര്യം പറഞ്ഞു, സ്റ്റോറേജ് ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട കാര്യം അത് വ്യക്തമായിട്ട് തന്നെ ഇവിടെ വിവരിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. എന്തായാലും നമുക്ക് കുറച്ച് ഭാഗമെങ്കിലും ജസ്റ്റ് തുടങ്ങി വെക്കാം. ഓക്കെ, റിസീവിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ്. ഐറ്റംസ് യൂസ്ഡ് ഫ്രം സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആർ ട്രാൻസ്ഫേർഡ് ടു CSD ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. അതായത് വ്യത്യസ്തമായിട്ടുള്ള വാർഡുകളിലാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി കേസുകളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ എന്താണ് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഷൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് CSD സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരും. അത് നമ്മൾ പറയുന്നതാണ് ഐറ്റംസ് യൂസ്ഡ് ഫ്രം സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആർ ട്രാൻസ്ഫേർഡ് ടു CSD ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. അവിടെയാണ് ക്ലീനിങ് അണുവിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. Then preferably the items which get stained with blood or body fluids should be decontaminated with sodium hypochlorite solution in the user department itself. അതായത് itself before sending to CSD. അതായത് ഒരു CSD എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ എക്യുപ്മെന്റ്സ് അയക്കുന്നതിന് മുമ്പ് തന്നെ എവിടെയാണോ ഈ എക്യുപ്മെന്റ്സ് നിറഞ്ഞ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടി വന്ന പ്ലേസ് എവിടെയാണോ നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വാർഡിലൊക്കെ ഇത്തരം എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ എക്യുപ്മെന്റ്സും എന്താണ് അണുക്കൾ ജസ്റ്റ് പിടിച്ചിട്ടുണ്ടാവും അല്ലെ. അത് എന്താണ് മസ്റ്റായിട്ടും അവിടെ തന്നെ എന്താണ് ചെറുതായിട്ട് അണുവിമുക്തമാക്കണം. ഡീകണ്ടാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലിനീകൃതമായത് വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്
ചെറുതായിട്ട് അതുമ്മ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ഫ്ലൂയിഡ്സിനെ അല്ലെങ്കിൽ രക്തക്കറയൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി അവിടെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഇവിടേക്ക് അയക്കുന്നതിന് മുമ്പ് സ്റ്റേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു വിടുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സെയിം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ചെറുതായിട്ട് അണുവിമുക്തമാക്കുന്ന ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. Then the accepting area of a CSD should have entry to outside through a window with a counter. അപ്പൊ നമ്മള് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഈ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഒരു ഓപ്പൺ വിൻഡോ ഉണ്ടായിരിക്കും. ആ ഒരു ഓപ്പൺ വിൻഡോയിലൂടെയാണ് ഇവര് ഇത്തരത്തിലുള്ള അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റ്സുകൾ സ്വീകരിക്കുന്നത്. The items should be counted and received. അത് എത്രത്തോളം എക്യുപ്മെന്റ്സുകളുണ്ട്, എത്ര എണ്ണമാണ് എന്നുള്ള കാര്യം അത് കൗണ്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ആ എണ്ണത്തിനനുസരിച്ചിട്ട് അത് അവര് സ്വീകരിക്കും. നമുക്കറിയാം റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോ എത്രത്തോളം എക്യുപ്മെന്റ്സ് ആണെന്നുള്ള കാര്യം അത് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ ആ ഒരു സ്റ്റോറും കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് അത് ക്ലർക്ക് ആൻഡ് സ്റ്റോർ കീപ്പർ അവിടെയുണ്ട്. ആ ഒരു വ്യക്തി അത് റെക്കോർഡ് ചെയ്തിട്ട് ഈ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് സ്വീകരിക്കും. എന്താണ് പറയുന്നത്? Subsequently the instruments are examined and unsharpened instruments are stored out disposal of necessary entries of the accepted items are made in the records. അതായത് നമ്മളിങ്ങനെ നോക്കി അല്ലെ എക്യുപ്മെന്റ്സ് സ്വീകരിച്ച് അതിനുശേഷം എന്താണ് അത് എക്സാമിൻ ചെയ്യും. എത്രത്തോളം വസ്തുക്കളാണ് അതിൽ ഷാർപ്പൺ ആയിട്ടുള്ള വസ്തുക്കളുണ്ടോ അല്ലയോ എന്നൊക്കെ ഉള്ളത് വേർതിരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അത് തള്ളിക്കളയേണ്ടതുണ്ടോ, അണുക്കള് നശിപ്പിച്ച് തീർത്ത് കളയാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ, അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആവശ്യമുള്ള ഐറ്റംസ് ഇവര് അത് തെരഞ്ഞെടുക്കും. നെസസറി എൻട്രീസ് ഓഫ് ദ ആക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്. എപ്പോഴും എൻട്രി ചെയ്ത് വെക്കും റെക്കോർഡ്സിൽ എത്രത്തോളം ഐറ്റംസ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത് എന്ന് അനുസരിച്ചിട്ട്. Afterwards, the items are transferred to cleaning area. അതിനുശേഷം ക്ലീനിങ് ഏരിയയിലേക്ക് ഇത്തരത്തിലുള്ള ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യും, അങ്ങോട്ടേക്ക് കൈമാറും. ഓക്കെ, റിസീവിംഗ് ഏരിയയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടുന്ന ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ അവര് കൃത്യമായി തന്നെ സ്വീകരിക്കും. സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് അത് അവിടെ തന്നെ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് അവിടെ എന്താണ് അവിടെ ഈ പറഞ്ഞ അണുക്കളെ പറ്റി പിടിച്ച് അല്ലെങ്കിൽ എന്താണ് വീടോ അല്ലെങ്കിൽ ബ്ലഡോ പറ്റി പിടിച്ചിരിക്കുന്ന ഈ എക്യുപ്മെന്റ്സ് നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുമ്പോൾ എന്താണ് കൃത്യമായിട്ട് തന്നെ ഒരു ഔട്ട്ഡോർ ഒരു വിൻഡോ ഉണ്ടാവും. ആ ഒരു വിൻഡോ കൂടിയാണ് ഇവർ എത്തിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് എത്ര എക്യുപ്മെന്റ്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് എണ്ണം പരിശോധിച്ചിട്ടും മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. അത് സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ക്ലീനിങ് ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും അവര് ഈ എക്യുപ്മെന്റ്സുകളെ പരിശോധിക്കും. അതില് നമുക്ക് വീണ്ടും ഡിസ്പോസ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ക്ലീനിങ് വീണ്ടും കൗണ്ടൊക്കെ ചെയ്ത് അത് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ക്ലീനിങ് ഏരിയയിലേക്ക് ഇത്തരം എക്യുപ്മെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യുന്നത് എന്നുള്ളത്. റിസീവിംഗ് ഏരിയ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് ക്ലീനിങ് ഏരിയ നോക്കാം. ക്ലീനിങ് ഏരിയയിൽ എന്താണ്? Here the instruments are cleaned either manually or by using machines. അതായത് അവിടെ നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് അല്ലെ. മാനുവലി ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് ഓരോ എക്യുപ്മെന്റ്സിന്റെയും ആ രീതി അനുസരിച്ചിട്ടാണ് മാനുവലി ചെയ്യാൻ പറ്റും. മനുഷ്യന്റെ ആ ഒരു കഴിവ് കൊണ്ട് മാത്രം ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ക്ലീൻ ചെയ്യും. For manual washing with water supply, detergent and brushes of many sizes and shapes are needed in the area. അതായത് നമ്മളുടെ മനുഷ്യന്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് എന്താണ് അവിടെ ഡിറ്റർജന്റും ബ്രഷുകളും അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു എക്യുപ്മെന്റ്സിന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത ഷേപ്പുകൾ അനുസരിച്ചിട്ടുള്ള ബ്രഷുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാനുവലി അത് ക്ലീൻ ചെയ്യും. Then ultrasonic washer is a machine which is used for cleaning surgical tools. അപ്പൊ അൾട്രാസോണിക് വാഷർ ഉപയോഗിച്ചിട്ട് അതൊരു മെഷീനാണ്. ആ മെഷീൻ ഉപയോഗിച്ചിട്ട്
ഇത്തരത്തിലുള്ള സർജിക്കൽ ടൂൾസ് യൂസ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത് ആ രീതിയിലാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. മാനുവലി ചില എക്യുപ്മെന്റ്സ് ഒന്നും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. പറ്റുന്ന ഒരു മാൻ പവർ ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഡിറ്റർജന്റും ആ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ബ്രഷും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യും. ദെൻ അല്ലാത്തത് എന്താണ്, അൾട്രാസോണിക് വാഷർ ഉപയോഗിച്ചിട്ട് ആ മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്തെടുക്കും. Then it turns high frequency sound waves into mechanical vibration that makes small bubbles that burst on the internal surface of the tool and remove the waste particles. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു സംഭവം ചെയ്യുമ്പോൾ അല്ലെ, അതിന് കൂടുതൽ നല്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്താണ് നമുക്കറിയാം, ഇപ്പൊ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതില് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഒരു നിശ്ചിത സൗണ്ടോട് കൂടിയിട്ട് നല്ല ഒരു വൈബ്രേഷനോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ ഇത്തരം എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്മാൾ ബബിൾസുകൾ അത് തന്നെ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താണ് ഇന്റേണൽ സർഫേസ് ഏതൊരു എക്യുപ്മെന്റ്സിന്റെയും ഉള്ളുഭാഗമെല്ലാം എന്താണ് കൃത്യമായിട്ട് തന്നെ അത് ഈ ബബിളുകളെല്ലാം, അതായത് ഈ വെള്ളത്തുള്ളികളെല്ലാം വരുമ്പോൾ അതിനുള്ളിലേക്കെല്ലാം പോകാനും അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളെല്ലാം ഇന്റേണൽ പാർട്സുകളെല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. Then after the tools are washed, they are dried in the oven dryer and transferred to the packing area. ഇത് നന്നായി തന്നെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം എന്താണ് വാഷ് ഔട്ട് ചെയ്തതിനു ശേഷം അത് ഉണക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്താണ് ഓവൻ ഡ്രയറിലേക്ക്, അതായത് ഓവൻ പോലെയുള്ള ഡ്രയർ, ഇത്തരത്തിലുള്ള ഈ എക്യുപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് അത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രയറാണ്. ഈ ഓവൻ ഡ്രയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഉണങ്ങിയതിനു ശേഷം എന്താണ് പാക്കിംഗ് ഏരിയയിലേക്ക് ഇത്തരം എക്യുപ്മെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യും, അങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യും. ഓക്കെ, അതാണ് ക്ലീനിങ് ഏരിയയിലെ പ്രവർത്തനം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ റിസീവിംഗ് ഏരിയയിൽ ഏതൊക്കെ രീതിയിലാണ് സ്വീകരിക്കണേന്നുള്ള കാര്യം പറഞ്ഞു. വീണ്ടും ക്ലീനിങ് ഏരിയയിൽ രണ്ട് രീതിയിൽ ഇത് ക്ലീൻ ചെയ്യാം. ഒന്ന് മാനുവലി അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട്. മാനുവലി ചെയ്യാൻ പറ്റുന്ന ഷേപ്പുകളും കാര്യങ്ങളും അനുസരിച്ചിട്ടുള്ള ബ്രഷുകളുടെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട്, ഡിറ്റർജന്റിന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ അത് ക്ലീൻ ചെയ്തെടുക്കും. അല്ലാത്തത് മെഷീൻ ഉപയോഗിച്ചിട്ട് ആ മെഷീന്റെ പ്രവർത്തനം അനുസരിച്ചിട്ട് ആ മെഷീനിൽ എന്താണ് ചെറിയ സൗണ്ടോട് കൂടി ചില വേവ്സോട് കൂടിയിട്ട് വെള്ളങ്ങളെല്ലാം ബബിളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ, അത് ഉള്ളിലേക്കൊക്കെ മെഷീനിലേക്ക് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഉള്ളിലോട്ട് അത് വെള്ളങ്ങളൊക്കെ എത്തുകയും ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം എന്താണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണക്കേണ്ടതുണ്ട്. അത് ഓവൻ ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കി വീണ്ടും എന്താണ് അത് പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താണ് പാക്കിംഗ് ഏരിയ ആണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റെറിലൈസേഷനും കാര്യങ്ങളും നടത്തേണ്ട ഒരു ഇത് കൂടിയുണ്ട് അല്ലെ. അപ്പൊ അത് നടത്തണമെങ്കിൽ അതിക്ക് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ക്ലീനിങ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ so that they are not tainted while contaminated while handling after they are sterilized. അതായത് ഇതൊരിക്കലും പിന്നെ മലിനമാകാനായിട്ട് പാടില്ല. അണുവിമുക്തമാക്കിയതിനു ശേഷം ഇത് പിന്നെ മലിനമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് അത് ലേബറോട് കൂടിയിട്ടാണ് പിന്നെ സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകും. പിന്നെ അതൊന്നും ആർക്കും ടച്ച് ചെയ്യാനോ അത് ചെയ്യാനൊന്നും പാടില്ല. കാരണം അണുക്കൾ പിന്നെ അതുപോലെ പറ്റിപ്പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതൊരു വ്യക്തമായിട്ടുള്ള പാക്കിംഗ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷന് കൊടുക്കുക. അപ്പൊ സ്റ്റെറിലൈസേഷൻ നമ്മൾ രണ്ട് തരത്തിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അത് നല്ല ഡീറ്റെയിൽ തന്നെയായിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. അതുവരെ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഇവിടെ വരെ നമുക്ക് നോക്കാം എന്താണ് ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ so that they are not tainted while handling after they are sterilized. സ്റ്റെറിലൈസേഷന് ശേഷം വീണ്ടും അത് മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി തന്നെ അത് പാക്ക് ചെയ്യേണ്ടതുണ്ട്. Most of the items are packed in the trays which are covered with a double layer of cotton coats. അതായത് നമുക്കറിയാം എക്യുപ്മെന്റ്സ് ഒക്കെയാണ്, അതൊക്കെ നമ്മള് സ്പില്ലേജ് ലിസ്റ്റിലൊക്കെ പറഞ്ഞു അല്ലെ. അത് ഓരോ കണ്ടെയ്നേഴ്സിൽ അത് എന്താ പറയാ കുറച്ചും കൂടി
നല്ല കട്ടിയുള്ള കണ്ടെയ്നേഴ്സിലൊക്കെയാണ് അത് സൂക്ഷിക്കേണ്ടത്. ട്രേ പോലെയുള്ള സംഭവങ്ങളിലൊക്കെ ആയിരിക്കും അത് സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ മൂർച്ചയുള്ള ഇതുകളൊക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലുള്ള ഒരു ട്രേയിലൊക്കെയാണ് അത് പാക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് പാക്കഡ് ഇൻ ട്രേസ് വിച്ച് ആർ കവേർഡ് വിത്ത് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്. അത് വീണ്ടും ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യും. Then paper envelopes are also available. Paper envelope അവൈലബിൾ ആണ്, പക്ഷെ എന്താണ് അത് ഇച്ചിരി കൂടി കോസ്റ്റ്ലി ആണ്. എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ. അതായത് നമ്മൾ നേരത്തെ അതിന്റെയൊക്കെ വിശദീകരണം വരുന്നുണ്ട്. എന്താണ് ഇറ്റിയോ എന്ന് പറയുന്നത്? എന്താണ് ethylene oxide is a gas commonly used to sterilize medical devices and products. അതായത് കെമിക്കലി എന്തെങ്കിലും ഗ്യാസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് എങ്കിലാണ് ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നുണ്ട്, അതേമാതിരി തന്നെ ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ ഗ്യാസുകൾ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഈ പാക്കിംഗ് ഇറ്റിയോയുടെ ഫുൾ ഫോം എത്തിലൈൻ ഓക്സൈഡ്. നിങ്ങൾ ഇതിന് പഠിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ വിവരിക്കാത്തത്. അതായത് കണ്ടോ ഇറ്റിയോ വീണ്ടും വരുന്നുണ്ട്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷനും ഉണ്ട്. ദെൻ എത്തിലീൻ ഓക്സൈഡ് മെഷീൻ അത് വരുന്നുണ്ട്. അപ്പൊ നോക്കാം, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് പാക്കിംഗ് സ്റ്റെറിലൈസേഷന് മുമ്പ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് പാക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അത് നിശ്ചിതമായ ട്രേയിൽ പാക്ക് ചെയ്യുക. ഒപ്പം അത് ഡബിൾ ലെയർ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തന്നെ കവർ ചെയ്യുക. ഇൻ കേസ് ഇതേമാതിരി തന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമുക്ക് പാക്ക് ചെയ്യാം, പക്ഷെ അത് ഒത്തിരി കൂടി കോസ്റ്റ്ലി ആണെന്ന് പറയുന്നു. ഇത്തരം സ്റ്റെറിലൈസേഷന് മുമ്പാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആഫ്റ്റർ പേക്കിംഗ് ആൻഡ് സീലിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷന് മുന്നോടിയായിട്ട് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം ആഫ്റ്റർ പാക്കിങ്ങിന് ശേഷം നമ്മൾ എന്താണ് ഇത് സ്റ്റെറിലൈസേഷൻ ഫംഗ്ഷൻ, അതായത് അണുവിമുക്തമാക്കുക എന്നുള്ള ഒരു ഫംഗ്ഷൻ പ്രവർത്തനത്തിലേക്ക് അത് ആ ഒരു ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്, അങ്ങോട്ടേക്ക് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ കൂടുതൽ ഇത് ഇവിടെ വിവരിക്കാത്തത് താഴെ പഠിക്കേണ്ടതുള്ളത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഇതിനെ, അതായത് ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ ആണെങ്കിലും ഇറ്റിയോ സ്റ്റെറിലൈസേഷൻ ആണെങ്കിലും അതിന് മുമ്പ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളെ പാക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. കാരണം വീണ്ടും പിന്നെ അണുക്കളൊന്നും അവിടെ പറ്റി പിടിക്കാനായിട്ട് പാടില്ല. അപ്പൊ പാക്കിംഗ് എന്നത് എങ്ങനെയാണത്? നിശ്ചിത കണ്ടെയ്നേഴ്സിൽ, അതിനനുസൃതമായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഈ എക്യുപ്മെന്റ്സുകളെ ട്രാൻസ്ഫർ ചെയ്യുക. ഒപ്പം ഏതെങ്കിലും ഡബിൾ ലെയർ തുണി ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക, കോട്ടൺ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ് പേപ്പർ പ്ലാസ്റ്റിക് ബാഗ്സ് പോലത്തെയുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഇതിനും കൂടി കോസ്റ്റ്ലി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതുവരേക്കും നിങ്ങൾ നോക്കാം. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം സ്റ്റെറിലൈസേഷൻ ഏരിയയും അതിന്റെ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Planning of CSC. നോക്കാം എന്താണുള്ളത്. The materials items from cleaned and germ-free areas should not get mixed. അതായത് നമ്മൾ ESBയെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ ആസൂത്രിതവൽക്കരിക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും മറ്റുള്ള ഒരു ഇതിലേക്ക് അല്ലെ എല്ലാം കൂടി മലിനമാകപ്പെടരുത് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്, അത് ഒരിക്കലും മിക്സ് ചെയ്യരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. There should be physical fencing between solid, clean and sterilized zone
സോ അതായത് ഓരോ ഭാഗങ്ങളായിട്ട് തിരിക്കുക. നമ്മളിപ്പോ ക്ലീൻ ഏരിയ, അതേമാതിരി തന്നെ സ്റ്റെറിലൈസ് സോൺ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലേ, തിയേറ്ററിലേക്കൊക്കെ കയറുമ്പോൾ നമ്മൾ പറഞ്ഞത് സ്റ്റെറിലൈസേഷൻ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് പാസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതേമാതിരി തന്നെ ക്ലീൻ ഏരിയ ഒന്നാകുമ്പോൾ ഇച്ചിരി കൂടി അല്ലെ. അതേപോലെ തന്നെ സോളിഡ് ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് അണുക്കളൊക്കെ അല്ലെ ചെറുതായിട്ട് എല്ലാ വർക്കേഴ്സും ഒക്കെ പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും. അതേ സമയം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള എല്ലാവരും ചിലപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കും സോളിഡ് ഏരിയ. അതേസമയം ക്ലീൻ ഏരിയയിൽ കുറച്ചും കൂടി പേഴ്സൺസ് അല്ലെ, ഈ ഒരു നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് വ്യക്തികളെ കണ്ടായിരുന്നു, ഈ ഹയറാർക്കി മോഡലൊക്കെ കണ്ടായിരുന്നു. അവിടെ എല്ലാവരും തന്നെ പാസ് ഔട്ട്, എല്ലാവരും ക്ലീൻ ചെയ്യാനും ടെക്നീഷ്യന്മാരും അസിസ്റ്റന്റ്മാരും ഒന്നും എല്ലാവരും കൂടി ഒന്നും നടക്കില്ല. കാരണം കുറച്ചും കൂടി നല്ലൊരു അണുമുക്തമാക്കേണ്ട ഒരു ഏരിയ ആണ്. അതുമാതിരി തന്നെ സ്റ്റെറിലൈസേഷൻ സോൺ, അവിടെ എന്ന് പറയുമ്പോൾ ഒട്ടും അണുക്കള് ഉണ്ടാവാനായിട്ട് പാടില്ല അല്ലെ. പാക്കിങ് വരെ ചെയ്തതിനു ശേഷമാണ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് പോണത്. അപ്പൊ അവിടെ ആ സോൺ തിരിക്കുന്ന ഭാഗത്തേക്ക് ഇത്തിരി കൂടി കെയർഫുൾ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏരിയകളെല്ലാം ഇങ്ങനെ തിരിക്കുന്നത്. ഒരിക്കലും മലിനമാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ വിങ്ങും തിരിച്ചു വെക്കുന്നത്. അതാണ് ഫെൻസിങ് ബിറ്റ്വീൻ സോളിഡ് ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ് സോൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഇറ്റ് റെഡ്യൂസ്ഡ്. മറ്റുള്ള എല്ലാവരും തമ്മിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴേക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ, അത് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. The floor should be smooth, non-skilled and powerful. അതായത് നമ്മളിപ്പോ എക്യുപ്മെന്റ്സ് ഒക്കെ അത് നമ്മൾ പറഞ്ഞു അല്ലെ, ക്ലീൻ ചെയ്യണം, അത് ഉണക്കണം, അത് വീണ്ടും പാക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ എക്യുപ്മെന്റ്സും കൊണ്ടാണ് ഇതൊക്കെ പാസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ എല്ലാം നല്ല സ്മൂത്ത് ആയിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. ആ ഒരു ഫ്ലോർ എന്നൊക്കെ പറയുന്നത് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് അടക്കം പറയുന്നുണ്ട്. മാർബിൾ, ഗ്രാനൈറ്റ്, സ്റ്റീലൊക്കെ ആ ഭാഗത്തൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നു. അത്രയും നല്ല ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ എടുത്ത് പറയുന്നത്. The clean area should be sustained at a positive pressure. The area of work should be made of a marble, granite, stainless steel. The sterilization must be arranged for autoclaving by steam as well as by gas. അതായത് സ്റ്റെറിലൈസേഷൻ ആവുന്ന ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഓട്ടോക്ലേവ് അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ സ്റ്റെറിലൈസേഷൻ അണുമുക്തമാക്കുക എന്നുള്ള പ്രവർത്തനം വരുന്നത്. ആ ഭാഗത്തേക്ക് അതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകം സോണായിട്ട് തിരിച്ചേക്കാണ്. നേരത്തെ പറഞ്ഞു സോളിഡ് ഏരിയ അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനുശേഷം ക്ലീൻ ഏരിയ ഉണ്ട്, അപ്പൊ നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ അതിനുശേഷമാണ് എന്ത് സ്റ്റെറിലൈസേഷൻ സോൺ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് നല്ല എല്ലാവർക്കും പ്രവേശനമുള്ള എക്യുപ്മെന്റ്സുകളൊന്നും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. അവിടെ കൃത്യമായിട്ട് പാക്കിങ്ങും കാര്യങ്ങളും ചെയ്തതിനു ശേഷം മാത്രമാണ് എന്താണ് സ്റ്റെറിലൈസേഷൻ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് അത് സ്റ്റെറിലൈസ് സ്റ്റോൺ എന്നുള്ള രീതിയിൽ അത് കേന്ദ്രീകരിക്കുന്നു. എന്താണ് പ്ലാനിങ് ഓഫ് CST മനസ്സിലായോ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you.